നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മെ ആഴമായി സ്നേഹിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയുകയും ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തോടുകൂടെ ചേർന്ന് നാം നിൽക്കുമ്പോൾ ദൈവം അതാത് സമയത്ത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കുവാനിടയാകും. ആദാമിനെയും ഹൗവയെയും സൃഷ്ടിക്കുന്നതിന് മുൻപേ അവർക്ക് വേണ്ടതായതെല്ലാം സജ്ജീകരിച്ചു കൊടുത്തത് സർവശക്തനായ ദൈവമാണ്. എവിടെ പ്രവർത്തിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവനാണ് ദൈവം. 1 ശമൂവേൽ 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഇശായിയുടെ ഏറ്റവും ഇളയ മകനാണ് ദാവീദ് എന്ന് പറയുന്നത്. ദാവീദ് ഗോല്യാത്തിനെ ജയിച്ചു വരുമ്പോൾ ശൗൽ രാജാവ് ഈ ബാല്യക്കാരൻ ആരാണ് എന്ന് അബ്നേറിനോട് ചോദിക്കുകയും അബ്നേർ ദാവീദിനെ ശൗലിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയും ദാവീദ് ശൗലുമായിട്ട് സംസാരിക്കുകയാണ്. പുതിയ സാഹചര്യം, പുതിയ വ്യക്തികൾ. അവിടെ ദാവീദ് ശൗലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നതായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജകുമാരനായ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. ആദ്യമായിട്ട് കാണുക, ദാവീദിനോട് ഇടപഴകുന്നത് ശൗലാണ്. എന്നാൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. പറ്റിച്ചേരുക മാത്രമല്ല, യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. പിന്നീടുള്ള ചരിത്രത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളും അതുപോലെ തന്നെ തനിക്ക് അനർത്ഥവും കടന്നു വരുമ്പോൾ ഈ യോനാഥാൻ ഉപകരിക്കപ്പെടുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശൗൽ ദുരാത്മബാധിതനായി ഉറഞ്ഞുതുള്ളി ഇശായിയുടെ മകനെ കൊല്ലണമെന്നും വകവരുത്തണമെന്നും അവനെ എങ്ങനെയും ഒഴിവാക്കണമെന്നും ഒക്കെയുള്ള തന്ത്രങ്ങൾ മെനയുമ്പോൾ യോനാഥാൻ അവിടെ നിന്നെല്ലാം ദാവീദിനെ രക്ഷിക്കുന്ന ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാവീദ് ശൗലിനെ ഭയന്ന് കാട്ടിൽ കിടക്കുമ്പോൾ ദാവീദിൻ്റെ അരികിൽ യോനാഥാൻ കടന്നു എന്ന് പറയുന്നത് ദൈവം പറയുന്നത് പോലെയാണ്. പറയുന്ന വാക്കിതാണ്, എൻ്റെ അപ്പൻ എത്ര ശ്രമിച്ചാലും നിന്നെ പിടികിട്ടത്തില്ല, നീ ഇസ്രയേലിൽ രാജാവാകും എന്നുള്ള പദമാണ് അവിടെ പറയുന്നത്. നോക്കുക, ശൗൽ വേട്ടയാടലുകൾ നടത്തുമ്പോൾ ദാവീദ് അധൈര്യപ്പെടുന്ന സാഹചര്യമാണ്. എന്നാൽ ദാവീദിനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തുവാൻ ശൗലിൻ്റെ മകനായിരിക്കുന്ന യോനാഥാനെ തന്നെ ദൈവം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സുകളെ അടുപ്പിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഹൃദയങ്ങളെ അപരിചിതത്വമുള്ള ഇടങ്ങളിൽ നിങ്ങൾക്കു വേണ്ടി ചില വ്യക്തികളെ കൽപ്പിച്ചാക്കുക മാത്രമല്ല, അവരുടെ ഹൃദയത്തെ നിങ്ങളോട് അടുപ്പിക്കാൻ ദൈവത്തിന് കഴിയും. പറ്റിച്ചേരേണ്ടതിനെ സ്വർഗത്തിലെ ദൈവം പറ്റിച്ചേരുമാറാക്കുന്നവനാണ്. വളരുമാറാക്കുന്നവൻ എന്ന് പറയുന്നത് പോലെ, ദയ തോന്നുമാറാക്കുന്നവൻ എന്ന് പറയുന്നത് പോലെ, പറ്റിച്ചേരേണ്ട ഹൃദയങ്ങളെ ചേർത്ത് നിർത്താൻ ദൈവം ഇടപെടുകയാണ്. ഹൃദയങ്ങളെ തമ്മിൽ ദൈവം യോജിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന മധുരവാക്കുകളായിരിക്കാം, ലാവണ്യ വാക്കുകളായിരിക്കാം. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് പ്രീതി തോന്നത്തക്ക നിലയിൽ, ദയ തോന്നത്തക്ക നിലയിൽ ദൈവം നിങ്ങളുടെ അധരങ്ങളെ ബലപ്പെടുത്തും. മാത്രമല്ല, ആ വാക്കുകൾ കേൾക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് അനുകമ്പ തോന്നത്തക്ക നിലയിൽ ദൈവം അകന്നു നിൽക്കുന്ന ചിലതിനെ, അപരിചിതത്തിലുള്ള ചിലതിനെ അടുപ്പിക്കുവാനായിട്ട് ഇടയാകും. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. സ്നേഹിതനായി മാത്രമല്ല, സഹോദരനായി തീരുന്ന ചില വ്യക്തിബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുക്കി തരുവാൻ ദൈവത്തിന് കഴിയും.
നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത് നിങ്ങളെ അറിയാനോ മനസ്സിലാക്കാനോ ആരുമില്ലാതെ ഇരിക്കാം. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലയുമായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ വേണ്ടവണ്ണം നിങ്ങളെ അംഗീകരിക്കാനോ ചേർത്ത് നിർത്താനോ തയ്യാറാകാതെ വരുമ്പോൾ ദൈവത്താൽ ചില വ്യക്തികളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളോട് ചേർത്ത് നിർത്തും. നിങ്ങളോടവർക്ക് താല്പര്യം തോന്നും, നിങ്ങളോടവർക്ക് പക്ഷം തോന്നും. നിങ്ങളെ സഹോദരതുല്യം സ്നേഹിക്കുവാൻ ചില വ്യക്തികളെ അവിടവിടങ്ങളായി ദൈവം ഒരുക്കും. പലരും എതിരാണെന്ന് ചിന്തിക്കുമ്പോഴും ഇത്തരം ചില വ്യക്തികളെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും കഴിഞ്ഞ നാളുകളിൽ ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴും ചിലർ തന്നെ തള്ളിക്കളഞ്ഞു, തന്നെ വിട്ടോടിപ്പോയി. എന്നാൽ അവിടെയെല്ലാം സഹോദരതുല്യം നിൽക്കുന്ന ചില ഒനോസിമോസിനെ പോലെയുള്ളവരെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ദൈവം എല്ലാ വഴി അടയുമ്പോഴും ദൈവം കൈവിടുന്നവനല്ല. അതാതിടങ്ങളിൽ ചില വ്യക്തികളെ നിങ്ങളോട് ദൈവം അടുപ്പിച്ച് നിർത്തും. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.